ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രത്തിൽ നിന്ന് ഐഷത്ത് ഷംനയും ചാത്തപുരം മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്ന് നിഖിൽ പ്രമേശും ചേരുകയാണ്. വിവരങ്ങളുമായി ആദ്യം ഷംനയിലേക്ക്. ഷംന, ഗുഡ് മോർണിംഗ്. അങ്ങനെ ദേവരഥ സംഗമത്തിനായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം കൽപ്പാത്തിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. എങ്ങനെയാകും അവിടുത്തെ മറ്റു ചടങ്ങുകളൊക്കെ? വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും വലിയ തിരക്കാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ കൽപ്പാത്തിയിലുള്ളത്. 2 ദിവസമായി ഈ തിരക്ക് നമ്മൾ കാണുന്നതാണ്. പക്ഷെ ഇന്ന് ഈ രഥോത്സവത്തിന്റെ അവസാന നാൾ, ഈ ഉത്സവം, ഈ ആഘോഷങ്ങളൊക്കെ അവസാനിക്കുന്ന ഇന്ന് വലിയ തിരക്ക് രാവിലെ മുതൽ തന്നെ ഇവിടെയുണ്ട്. ഇപ്പം നമ്മളുള്ളത് ഈ ലക്ഷ്മി നാരായണ ക്ഷേത്രത്തേക്കുള്ള വഴിയിലാണ്. അതായത് ഈ മെയിൻ ക്ഷേത്രത്തിന്റെ അവിടെ ഇന്ന് ത്രിസന്ധ്യയിൽ എല്ലാ രഥങ്ങളും ഒത്തുകൂടുന്ന സ്ഥലത്താണ് നമ്മളുള്ളത്. ഇവിടെ വലിയൊരു തിരക്ക് തന്നെ നമുക്ക് കാണാനാവും. വിവിധ ഭാഗങ്ങളിൽ, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭക്തജനങ്ങൾ ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഏകദേശം 10:30-ക്കും ഒപ്പം 11:50-നും ഇടയ്ക്കാണ് ഇന്ന് മുഹൂർത്തമുള്ളത്. അതിനിടയ്ക്ക് ഈ രഥാരോഹണം ഇവിടെ നടക്കും. ഈ ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രത്തിൽ നടക്കും. അതിനുശേഷം പിന്നെ വൈകിട്ടോടുകൂടിയായിരിക്കും രഥപ്രയാണം നടക്കുക. അതിനു മുൻപ് തന്നെ നമുക്ക് കഴിഞ്ഞ ദിവസമൊക്കെ ഈ തിരക്ക് നമ്മൾ കണ്ടതാണെങ്കിൽ കൂടി ഇന്ന് ഈ അവസാന ദിവസം വലിയൊരു തിരക്കുണ്ട്. ചേട്ടാ, എവിടുന്നാ? കൽപ്പാത്തി തന്നെ. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ആഘോഷങ്ങൾ? ചേച്ചി, എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഞങ്ങൾ തേങ്കുറിശി, പാലക്കാട് തന്നെ. അല്ല, നേരത്തെ കുറെ കേട്ടറിവുണ്ട്, പക്ഷെ ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പ്രവിത, അത് തന്നെയാണ്, കേട്ടറിഞ്ഞും ഒക്കെ വന്നവരുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ ആഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തുന്നവരുണ്ട്. നമുക്കറിയാം, ഈ ഒരു ആഘോഷം, തേരുത്സവം എന്ന് പറയുന്നത് എല്ലാ വർഷവും, വർഷത്തിന്റെ എല്ലാ ദിവസവും അമ്പലങ്ങളിലെത്തി, ക്ഷേത്രങ്ങളിലെത്തി ദേവീദേവന്മാരെ കാണുന്ന ഭക്തജനങ്ങൾക്ക് അവർക്കിടയിലേക്ക് ഒരു ദിവസം, വർഷത്തിൽ ഒരു ദിവസം നേരിട്ടിറങ്ങി അവരുടെ അഗ്രഹാരങ്ങളിലും വീഥികളിലും ഒക്കെ പോയി നേരിട്ട് അനുഗ്രഹം കൊടുക്കുക, ദേവീദേവന്മാർ കുടുംബസമേതം എത്തി അനുഗ്രഹം കൊടുക്കുക എന്നൊരു വിശ്വാസം കൂടി തേരുത്സവത്തിന്റെ പിറകിലുണ്ട്. ആ ഒരു അനുഗ്രഹം നേരിട്ട് വാങ്ങാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിയാണ് ഈ ഭക്തജനങ്ങൾ ഇങ്ങനെ ഒഴുകിയെത്തുന്നത്. മാത്രമല്ല, ഇത് ജാതി മത ഭേദമന്യേ എല്ലാവരും ഒഴുകിയെത്തുന്നു, എല്ലാ പ്രായക്കാരും ഒഴുകിയെത്തുന്നു എന്ന ഒരു കാഴ്ച കൂടിയുണ്ട്. വൈകിട്ടാവുമ്പോഴേക്കും ഈ തിരക്ക് അത് ഇനിയും വർദ്ധിക്കും. എന്തായാലും ഇപ്പോൾ ഈ കൽപ്പാത്തിയുടെ ചുറ്റും നമുക്ക് നോക്കിയാൽ അറിയാം, സാധാരണഗതിയിൽ കൽപ്പാത്തി എന്നൊക്കെ പറയുന്നത് വളരെ സ്ലോ മോർണിംഗ് ഉള്ള ഒരു സ്ഥലമാണ്. നമ്മൾ വരുമ്പോൾ രാവിലെ കോലം വരയ്ക്കുന്നു, ഈ അഗ്രഹാരങ്ങളിലെ ഫിൽറ്റർ കോഫിയുടെ മണം, അങ്ങനെയൊക്കെയുള്ള വളരെ പതുക്കെ ഉണരുന്ന അങ്ങനെ ഒരു അഗ്രഹാരങ്ങളാണ്. പക്ഷേ ഇന്നും കഴിഞ്ഞ 2 ദിവസമായൊക്കെ അങ്ങനെയല്ല. വലിയ ഭക്തജന തിരക്കുണ്ട്. ഈ അഗ്രഹാര വീഥികളിലൊക്കെ ഈ അതിന്റെ കച്ചവടം, പൂക്കച്ചവടം നടത്തുന്നവരുണ്ട്, ഫിൽറ്റർ കോഫിയുമായി എത്തുന്നവരുണ്ട്. ഒപ്പം ഈ ദേവീദേവന്മാരെ കണ്ട് വണങ്ങാൻ വേണ്ടി എത്തുന്ന ഭക്തജനങ്ങളുണ്ട്. ഈ ആഘോഷങ്ങൾ കണ്ടാസ്വദിക്കാൻ വരുന്ന ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ജനങ്ങളുണ്ട്. എന്തായാലും 10:30-ഓടുകൂടി തന്നെ ഇവിടെ ചടങ്ങുകൾക്ക് തുടക്കമാകും എന്നതാണ്. അതിനുശേഷം ത്രിസന്ധ്യയിൽ ഈ എല്ലാ രഥങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിലൊപ്പം ചാത്തപുരം ഗണപതി ക്ഷേത്രത്തിൽ ഒക്കെ ഉണ്ടായിരുന്ന രഥങ്ങൾ, അതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന രഥങ്ങൾ ഒന്നിച്ച് ഇവിടെ ഒത്തുചേരും. അതോടുകൂടിയാണ് ഈ ആഘോഷങ്ങൾക്ക് വിരാമമാകുന്നത്. ഒപ്പം നാളെയാണ് കൊടിയേറ്റം. എന്തായാലും അങ്ങനെ പിന്നീടുള്ള ഒരു വർഷം, അടുത്ത ഒരു വർഷത്തേക്കുള്ള കാത്തിരിപ്പാണ്. അതിനുശേഷം വൈകിട്ടോട് കൂടി ഇവിടെ വലിയൊരു ഭക്തജന. ശരി ഷംന, ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രത്തിൽ നിന്നാണ് ഐഷത്തുൽ ഷംന വിവരങ്ങൾ നൽകിയത്. ഇനി നിഖിൽ പ്രമേശിലേക്കാണ്. മഹാഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ നിന്നാണ് നിഖിൽ പ്രമേശ് ചേരുന്നത്. നിഖിൽ, പണ്ട് ഇത് കൽപ്പാത്തിക്കാരുടെ മാത്രം ഒരു ഉത്സവമായിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഒരുപാട് ആളുകൾ ഈ ഉത്സവത്തിന്റെ ഭാഗമാകാനായി വിവിധ ഭാഗങ്ങളിൽ നിന്ന്, അത് സംസ്ഥാനത്തിന്റെ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ ആളുകൾ എത്തുന്നത് നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ കണ്ടതാണ്. എത്രത്തോളം തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് അവിടെ? ഹായ് പ്രവിത, ഗുഡ് മോർണിംഗ്. പ്രവിത കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നല്ലോ, ഞാൻ ഓർക്കുന്നു. അപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ നേരത്തെ ഇത് കൽപ്പാത്തിക്കാരുടെ മാത്രം ഒരു ഉത്സവമായിരുന്നെങ്കിൽ, നമുക്കറിയാം കൽപ്പാത്തിയിലുള്ള ആളുകൾ എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ നിന്ന് ഇവിടേക്ക് കുടിയേറി പാർത്ത ബ്രാഹ്മണ കുടുംബങ്ങളാണ്. അവരുടെ പ്രാർത്ഥന ആരാധനയ്ക്ക് വേണ്ടിയിട്ട് ഈ അഗ്രഹാരങ്ങളെയൊക്കെ അനുഗ്രഹിക്കാൻ വേണ്ടി, അവിടെയുള്ള ആളുകളൊക്കെ അനുഗ്രഹിക്കാൻ വേണ്ടി നടത്തി വരുന്ന ഒരു ചെറിയ ഉത്സവം,
അത് ഇന്ന് കേരളത്തിൻ്റെ തന്നെ ഒരു പൈതൃക ഉത്സവമായി മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഞാനുള്ളത് ചാത്തപുരം പ്രസന്ന മഹാഗണപതി ക്ഷേത്രത്തിന് മുന്നിലാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ഉത്സവം നടക്കുന്നു കുണ്ടമ്പലമെന്നും അതുപോലെ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമിയുടെ മുൻപിലുള്ള ആ പ്രദേശം, ആ മേഖലയൊക്കെ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ അല്പം കൂടെ നമുക്ക് ഈ ഒരു ഗ്രഹാതുരമായിട്ടുള്ള അനുഭവങ്ങൾ സമ്മാനിക്കാൻ കഴിയുന്ന ഒരു പ്രദേശമാണ്. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. രാവിലെ ഇപ്പോൾ ഷംന സൂചിപ്പിച്ചതുപോലെ തന്നെ അതിരാവിലെ എഴുന്നേറ്റ് കോലം വരയ്ക്കുക. ഞാൻ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾ കോലം വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കോലം വരയ്ക്കുന്ന ഒരു ഫിൽട്ടർ കോഫിയുടെ മണമുള്ള രാവിലെ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി തയ്യാറായി ഇറങ്ങുന്ന ഒരുപാട് ആളുകളുള്ള അങ്ങനത്തെ ഒരു പ്രദേശമാണ് ഇത്. അല്പം കൂടി ഒരു ട്രഡീഷണൽ ഫീലാണ്. വിവിധ ദേശങ്ങളിൽ നിന്ന് വിവിധ ദിക്കുകളിൽ നിന്ന് ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്നു. എൻ്റെ പുറകിൽ കാണുന്ന ഈ രഥം അല്പസമയത്തിനകം തന്നെ, അതായത് 10:50-നും 11:30-നും ഇടയിൽ ഇവിടെ നിന്ന് പ്രയാണം ആരംഭിക്കേണ്ടതാണ്. ഒരു പ്രത്യേകതയുള്ളത് ആനയുടെ ഒരു സപ്പോർട്ട് കൂടി ഉണ്ടാവും. ഇവിടെയുള്ള ആളുകൾ വളരെ ഭക്തിയാദരപൂർവ്വം ഈ കാണുന്ന രഥം ഇതിങ്ങനെ വലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവരുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഇതിനൊപ്പം ഉണ്ടാവും. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ടാവും. ഇവരൊക്കെ വ്രതമെടുത്ത് ഏതാണ്ട് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന വ്രതമൊക്കെ എടുത്താണ് ഇതിലേക്ക് കടന്നു വരുന്നത്. നമുക്ക് ഇവിടെയുള്ള ആളുകളോടൊക്കെ ചോദിക്കാം. ചേച്ചി എവിടുന്നാണ് വരുന്നത്? ഞാൻ റെയിൽവേ കോളനി. ഇവിടെ അടുത്ത് തന്നെയാണ്. ഞാൻ അടുത്ത് തന്നെ. 5 കിലോമീറ്റർ ഉണ്ട്. രാവിലെ തന്നെ വന്ന് പ്രാർത്ഥന. അതെ. എങ്ങനെയുണ്ട് ഇപ്രാവശ്യത്തെ രഥോത്സവം? അടിപൊളി, സൂപ്പർ പരിപാടി. അതെല്ലാവരും പറയുന്നത് പ്രവിത കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചിട്ട് അവിടെ കുറച്ചുകൂടെ ആളുകൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. നമുക്കിവിടെ അതൊരു അമ്മയുണ്ട്. അപ്പൊ ഒന്നമ്മ അപ്പോൾ വന്നിട്ടുണ്ട് 3-4 ഞങ്ങളുടെ വീട് ഇവിടെ തന്നെ ചാത്തപ്പരം. നിങ്ങളുടെ ഒരു ഉത്സവമാണല്ലോ. അതെ, പിന്നെ എല്ലാ ഉത്സവം എല്ലായിടത്തും ഞങ്ങൾക്കും എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ കൽപ്പാത്തിക്കാരുടെ ഉത്സവമാണ് അവിടെ നടക്കുന്നത്. കൽപ്പാത്തി അഗ്രഹാരത്തെരുവിലൂടെ ഇന്ന് രഥങ്ങൾ ഉരുളും. ഇന്ന് വൈകിട്ടാണ് ദേവരഥ സംഗമം നടക്കുക. വിവരങ്ങളാണ് നിഖിൽ പ്രമേഷും ഐഷത്തുൽ ഷംനയും നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.